സൗദി അറേബ്യയുടെ വടക്കൻ മേഖലയായ അൽജോഫിൽ മനോഹരമായി നിലകൊള്ളുന്ന ഒരു ചെറിയ പട്ടണമാണ് ദോമത്തുൽ ജന്ദിൽ. ദോമത്തുൽ ജന്ദിലിൻ്റെ നഗരമധ്യത്തിലായി ഒരു പൗരാണിക കോട്ട നൂറ്റാണ്ടുകളായി ഇവിടെ നിലകൊള്ളുന്നുണ്ട്. മാരിദ് മാരിദ് കോട്ട ആർക്കും ആരാരും കീഴ്പ്പെടുത്താനാവാതെ ചരിത്രത്തിൻ്റെ ഭാഗമായി സൗദി അറേബ്യയുടെ വീര്യത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും കഥ പറയുന്ന ഒരു പൗരാണിക കോട്ട. ആ കോട്ടയുടെ ചരിത്രവിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ശത്രുക്കൾക്ക് മുന്നിൽ ഒരിക്കലും കീഴടങ്ങാത്തവൻ എന്നാണ് മാരിദ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അത് യാഥാർത്ഥ്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ നെബാറ്റിയൻ കാലഘട്ടത്തിലാണ് ഈ കോട്ട നിർമ്മിച്ചത് എന്നാണ് ചരിത്രരേഖകളിൽ കാണപ്പെടുന്നത്. 3-ാം നൂറ്റാണ്ടിൽ സിറിയയിലെ പ്രശസ്തയായിരുന്ന സെനോബിയ രാജ്ഞി ഒരു വൻ സൈനിക സന്നാഹങ്ങളുമായി ഈ കോട്ട കീഴടക്കാൻ ശ്രമിച്ചു. ഒരു മഹാസൈനിക സഖ്യം തന്നെ കൂടെയുണ്ടായിട്ടും ഈ കോട്ട തെല്ലുമനങ്ങിയില്ല. ഒരിക്കലും കീഴടങ്ങാതെ, ഒരാളുടെ മുന്നിലും തലകുനിക്കാതെ കോട്ട അജയ്യമായി തന്നെ നിലനിന്നു. തോൽവി സമ്മതിച്ച് മടങ്ങാനിരുന്ന രാജ്ഞിയാണ് ഇതിനെ മാരിദ് എന്ന് വിളിച്ചത്. ആ രാജ്ഞി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: മാരിദ് അജയ്യമായി തന്നെ നിലനിന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 620 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാറക്കെട്ടിന് മുകളിലാണ് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. മൺകട്ടകളും കല്ലുകളും ചേർത്താണ് ഈ കോട്ടയുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പിന്നീട് AD 633-ൽ ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ ഇത് ഇസ്ലാമിക ഭരണത്തിന് കീഴിലായി. നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന ഈ കോട്ട ഇന്നും ഒരു ചരിത്ര യാഥാർത്ഥ്യമായി ദോമത്തുൽ ജന്ദിലിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നുണ്ട്. സൗദി അറേബ്യയുടെ പ്രതാപവും പോരാട്ട വീര്യവും വിളിച്ചോതുന്ന ഈ കോട്ട ഓരോ ചരിത്രപ്രേമിയും ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ടതാണ്.